നമസ്കാരം. ചില പ്രത്യേക നക്ഷത്രക്കാർ ഭാര്യയായോ മക്കളായോ ഉണ്ടെങ്കിൽ കുടുംബത്തിനോ കുടുംബനാഥനോ സർവ്വവിധ ഭാഗ്യങ്ങളും ഉണ്ടാകും. ഇത് ഈ നാളുകാരുടെ പൊതുഫലമാണ്, പൊതുവിലുള്ള പ്രത്യേകതയാണ്. ആ നാളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മകയിരം. ഈ നാളിലെ കുടുംബിനിയോ മക്കളോ ഉണ്ടെങ്കിൽ സർവൈശ്വര്യം സുനിശ്ചിതം. മക്കളെന്ന് പറഞ്ഞാൽ ആൺകുട്ടികളോ പെൺകുട്ടികളോ ആവാം. ഈ കുടുംബത്തിലെ നാഥന്, ഗൃഹനാഥന് പരിപൂർണമായും അഭിവൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമായിരിക്കും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ഈ നക്ഷത്രക്കാർ കുടുംബത്തിലുണ്ടെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, കലഹങ്ങൾ എന്നിവ മാറും. കൂടാതെ നല്ല സാമ്പത്തിക ശേഷി കൈവരിക്കുകയും കുടുംബത്തിലുണ്ടായിരുന്ന കഷ്ടകാലവും അസ്വസ്ഥതയും മാറി അഭിവൃദ്ധിയിലേക്ക് പോകുന്നു എന്ന് പറയാം. എല്ലാ രീതിയിലും കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും ഉയർച്ചയുണ്ടാകും. അടുത്തത് കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായി വരുന്ന നക്ഷത്രം അവിട്ടമാണ്. നേരത്തെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചവരാകാം. വീടുപണി ആരംഭിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വീട് എന്ന സൗഭാഗ്യം ലഭിക്കുകയും തങ്ങളുടെ കടബാധ്യതകൾ തീർന്നു കിട്ടുകയും വിദ്യാഭ്യാസം, വിദേശ പര്യടനം എന്നിങ്ങനെ എല്ലാ തരത്തിലുമുള്ള അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും ലഭിക്കുന്നു. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. കുടുംബജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കൂ. ഒരിക്കലും തോൽക്കാത്ത മനക്കരുത്തുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. സ്വന്തം കുടുംബത്തിൽ നിന്നും പ്രശ്നങ്ങളുണ്ടായിട്ടും കുടുംബം തകരാതെ നോക്കുന്നവരാണ് ഇവർ. ഈ നാളുകൾക്ക് നഷ്ടങ്ങൾ വരുന്നില്ല. കുടുംബത്തിൽ ഇവരുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾ ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കും. വിവാഹാലോചനകൾ നടന്നു കിട്ടും. അഭിവൃദ്ധി ഫലം. മറ്റൊരു പ്രധാനപ്പെട്ട നക്ഷത്രമാണ് അത്തം. ഈ നക്ഷത്രക്കാർ കുടുംബത്തിലുണ്ടെങ്കിൽ സർവ്വവിധ ആകുലതകളും ഒഴിഞ്ഞു പോകുന്നതാണ്. കിട്ടില്ലെന്ന് കരുതിയ പണമോ സമ്പത്തോ തിരികെ ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ ശുഭകരമായ കാര്യങ്ങൾ മാത്രമേ സംഭവിക്കൂ. മക്കളുടെ വിവാഹം പോലുള്ളവ നടക്കുന്നതാണ്. മംഗളകർമ്മങ്ങൾ വിടാതെ ഒഴിയാതെ കുടുംബത്തിൽ നടക്കും. വിവാഹം മാത്രമല്ല, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ മെച്ചപ്പെടുന്നതോടൊപ്പം തന്നെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവായി കുടുംബത്തിൻ്റെ അവസ്ഥ മൊത്തത്തിൽ നന്നാവുന്നു. അടുത്തത് ചതയം നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിലുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ ശത്രുദോഷങ്ങൾ തീരും. നിങ്ങൾക്കെതിരെ കർമ്മങ്ങൾ ചെയ്തവർക്ക്, അതായത് നിങ്ങളുടെ ശത്രുക്കൾക്ക്, അവർക്ക് തന്നെ തിരിച്ചടിയായി വരുന്നു. അവർ ചെയ്തത് അവരായി തന്നെ അനുഭവിക്കുന്നു എന്ന് സാരം. കുടുംബത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിപൂർണ പരിഹാരമുണ്ടായിരിക്കുന്നതാണ്. ഇവിടെ സാമ്പത്തികം, തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയെല്ലാം അഭിവൃദ്ധിയോടെ കാണുന്നു. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ഈ നക്ഷത്രജാതയായ സ്ത്രീയോ പുരുഷനോ കുടുംബത്തിലുണ്ടെങ്കിൽ അവരുടെ മനസ്സ് വിഷമിക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെ സംഭവിച്ചാൽ കുടുംബത്തിൽ എല്ലാവർക്കും തന്നെ ദോഷമുണ്ടാകുന്നതായി പറയുന്നു. അനിഴം നക്ഷത്രക്കാർ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഗുണഫലങ്ങൾ കൂടുതലാണ്. കുടുംബത്തിൽ പുതിയ അംഗങ്ങൾ, അതായത് സൽസന്താനങ്ങൾ പിറക്കും. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ശുഭനക്ഷത്രമാണ് പൂയം. ഭാര്യയ്ക്ക് ഈ നക്ഷത്രമാണെങ്കിൽ കുടുംബനാഥന് ഉയർച്ചയാകും ഫലം. സ്വദേശത്തു നിന്നോ വിദേശത്തു നിന്നോ ഉള്ള അംഗീകാരങ്ങൾ തേടി വരും. ഭാഗ്യശാലികളായിരിക്കും. പൂർവിക സ്വത്ത് ലഭിക്കും. കുട്ടികൾക്ക് ആണ് ഈ നാള് എങ്കിൽ ഗുണം കുടുംബനാഥനും കുടുംബനാഥയ്ക്കും ഉണ്ടാകാം. വാഹന ഗൃഹ ഭാഗ്യങ്ങൾ വരുന്നതായി പറയുന്നു. ജോലിയിൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ജോലി സാധ്യമാണ്. അടുത്ത ഭാഗ്യനക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഗൃഹനിർമ്മാണം പൂർത്തിയാകുന്നു. പുതിയ വസ്തുക്കൾ വാങ്ങുന്നു. അസുഖങ്ങളുണ്ടായിരുന്നത് പരിപൂർണമായും ഭേദമാവുന്നു. സമൂഹത്തിലും ജോലിസ്ഥലത്തും ഉയർന്ന സ്ഥാനലബ്ധി, അംഗീകാരം, പ്രശസ്തി. കൂടാതെ പുതിയ സംരംഭങ്ങൾ തുടങ്ങി വയ്ക്കുന്നു.
സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കും. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ചും അറിയുവാനായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. യൂട്യൂബ് ചാനൽ കാണൂ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അഗ്നിഹോത്രി നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.